ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ഒരു അവധി ദിവസത്തെ റിലാക്സ് ആയിട്ടുള്ള ഒരു ഡേ വ്ളോഗാണ്. അന്നേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ നല്ലൊരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ കണ്ടു വെക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. ഇതിപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ. രാവിലെ നടക്കാൻ വേണ്ടിയിട്ട് എണീറ്റതാണ്. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്ന ഒരു നല്ല ശീലമാണ് കേട്ടോ. ഇടയ്ക്ക് എവിടെയോ നിന്നുപോയി മടി പിടിച്ചിട്ട് ഇപ്പോൾ പിന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് നടക്കാൻ തുടങ്ങും. പിന്നെ അതൊരു 6:30 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നിർത്താറുള്ളത്. അങ്ങനെ പുറത്തൊന്നും നടക്കാൻ വേണ്ടിയിട്ട് പോവാറില്ല കേട്ടോ. നമ്മൾ ടെറസ് വാക്കിംഗ് ആണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു 6000 സ്റ്റെപ്പിൽ പകുതി നടത്തുകയും പിന്നെ ബാക്കി ജോഗിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും. അങ്ങനെ ഇതാ എൻ്റെ നടത്തമൊക്കെ കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഇപ്പോൾ ഇതാ താഴെ വന്ന് കുളിച്ച് ഫ്രഷായിട്ട് ചെറിയൊരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ടിട്ട് ഒന്ന് മൊഞ്ചത്തി ആവാമെന്ന് വിചാരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ കാര്യവും മക്കളുടെ കാര്യവും വീട്ടു ജോലിയും എല്ലാം കൂടി ചെയ്യുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മളെയും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ ഒരു പോളിസി. ഇനിയിപ്പോൾ ഇതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ പറ്റുമെങ്കിൽ ഇതിനോടൊപ്പം ലഞ്ചും കൂടി റെഡിയാക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല. ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണികളിങ്ങനെ വന്നു പോവും. തലേ ദിവസത്തെ ദോശ ബാറ്റർ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും ഒന്ന് ചിരകി എടുക്കാനുണ്ട്. പുറത്തുനിന്ന് ശുദ്ധവായു ഒക്കെ ഒന്ന് കിച്ചണിലേക്ക് വന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇതാ ജനാലകളൊക്കെ രാവിലെ തന്നെ ഒന്ന് തുറന്നിടുകയാണ്. അതിനിടയിൽ ഈ ഒരു ബോട്ടിൽ നിറയെ വെള്ളം നിറച്ച് വെച്ചതാണ് കേട്ടോ. രാവിലത്തെ നടത്ത കഴിഞ്ഞിട്ട് ഇതുപോലൊരു ബോട്ടിൽ വെള്ളം കുടിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ കുടിക്കാൻ വേണ്ടി മറന്നു കേട്ടോ. അതുകൊണ്ട് ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഓർമ്മ ഉണ്ടാവുമല്ലോ കുടിക്കാൻ വേണ്ടിയിട്ട്. ദോശയ്ക്കുള്ള ചട്നി ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചമ്മന്തിയിൽ പല പരീക്ഷണങ്ങളും നടത്താറുണ്ട് കേട്ടോ. വെറൈറ്റി ചമ്മന്തികൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ഒരു പച്ച കളർ ചമ്മന്തിയിൽ നമ്മുടെ പച്ചമുളകൊക്കെ ഇട്ട് അരച്ച ചമ്മന്തി. അപ്പോൾ അതാണ് റെഡിയാക്കുന്നത്. അപ്പോൾ കുറച്ച് എരിവൊക്കെ ഉള്ള ആ ഒരു ചമ്മന്തി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എങ്കിലും ഞാൻ എന്തായാലും ഉണ്ടാക്കുകയാണല്ലോ, ജസ്റ്റ് അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവിലേക്കായിട്ട് 7-8 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, ഒരു 7 കുഞ്ഞുള്ളിയോളം വരും. അതും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ മിക്സിയിൽ പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ ഉള്ളിയും ഇതെല്ലാം അങ്ങനെ മുഴുവനെ കിടക്കുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് വളരെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ ചമ്മന്തി നല്ലോണം അരഞ്ഞു പോകരുത് കേട്ടോ. ഒരു ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ചമ്മന്തിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ ചട്നിയിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചമ്മന്തി താളിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് കുറച്ച് കടുകും പിന്നെ നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ഒരു 2-3 കുഞ്ഞുള്ളിയും കൂടി അരിഞ്ഞതോടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് താളിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ചമ്മന്തി അധികം ലൂസായി പോകരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു കട്ടി ഉണ്ടെങ്കിൽ ഈ ഒരു ചട്നിക്ക് ഒരു രസം ഉണ്ടാവുള്ളൂ. കറി അധികം തിളച്ച് പോകാതെ സൈഡൊക്കെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ ആ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയിലേക്ക് ഒരല്പം നെയ്യും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ച് ചുട്ട ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. മക്കൾക്കൊക്കെ വിശപ്പ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ വെറും ചായ മാത്രമാണ് അവർക്ക് കൊടുത്തത്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ റെഡി ആയിട്ട് എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കണം. ദോശ വൈകുന്നതിനനുസരിച്ച് ഓരോരുത്തരായിട്ട് കിച്ചണിൽ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ആയിട്ടില്ലേ അമ്മ, പെട്ടെന്ന് തരുമോ എന്നൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മക്കൾക്ക് വേഗം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവർ ഫുഡ് കഴിക്കുകയാണ്.
ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ വളരെ സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെങ്ങനെ കഴിക്കണ കാണുമ്പം എന്തോ ഒരു സമാധാനം തന്നെയാണല്ലേ നമ്മളമ്മമാർക്കും ഇന്ന്. അല്ലാതെ സ്കൂളുള്ള ദിവസം ഭയങ്കര ഒരു വെപ്രാളമാണല്ലോ, എല്ലാ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, പിന്നെന്താ ഫുഡ് കഴിക്കാൻ പോലും സമയമല്ലാതെ മൊത്തത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണമാണല്ലോ. അങ്ങനെ എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്കുള്ളതും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ സമാധാനമായിട്ടിരുന്ന് കഴിക്കുകയാണ്. ഇപ്പോൾ രാവിലത്തെ വെറും ചായ കുടിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അങ്ങനെ കുടിക്കുകയാണ്. ഡെയിലി രാവിലെയും പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഒരു ചായയും കൂടി കുടിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഡെയിലി 2 ചായ കുടിക്കും. അപ്പോൾ ആ ഒരു ചായ സ്കിപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ പറ്റാറില്ല കേട്ടോ. ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ആ ഒരു സമയത്ത് ചായ കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇക്കാണെങ്കിൽ ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് എന്തൊക്കെയോ കോമഡികൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് ചിരിച്ചു പോയതാണ്. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടിയാണ്. ഇപ്പോൾ രാവിലത്തെ ആ ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറേ പാത്രങ്ങളുണ്ടാവും കഴുകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കി വെക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ആ ഒരു സമയത്ത് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ കിച്ചൺ സിങ്ക് നല്ല നീറ്റായിട്ട് ഇരിക്കട്ടെ. ഇല്ലെങ്കിൽ അത് നിറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ തന്നെ അറിയില്ല ഇത് എത്ര പാത്രങ്ങളാണ് ഡെയിലി കഴുകുന്നതെന്ന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അതിന് മാത്രം പാത്രങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് പോകും. അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പാത്രങ്ങൾ കഴുകാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് തോന്നും, വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. അങ്ങനെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കാൻ പോവുകയാണ്. എപ്പോൾ തുടയ്ക്കാൻ വേണ്ടി വരുമ്പോഴും ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മക്കൾ കൊണ്ടുവച്ചിട്ടുണ്ടാവും കേട്ടോ. അവരുടെ നോട്ട്ബുക്ക് അടക്കം ഇതിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി ഒന്ന് നീറ്റായിട്ട് തുടക്കാമെന്ന് വിചാരിക്കുകയാണ്. ക്ലീനിങ്ങിനായിട്ട് ഈ ഒരു സൊല്യൂഷനാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് കുറച്ച് വിനാഗിരിയും പിന്നെ നമ്മൾ കംഫർട്ട് ലിക്വിഡില്ലേ അത് മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഫ്ലോർ ക്ലീനറില്ലേ ഈച്ചയും പല്ലിയും പാറ്റയും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അപ്പോൾ അതും കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കിക്ക് വെള്ളവും കൂടി നിറച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഇത് സ്പ്രേ ചെയ്തിട്ട് തുടയ്ക്കുമ്പം ഡൈനിങ് ടേബിളിൽ അധികം ഈച്ചയോ ഉറുമ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ പൊതുവേ ഭയങ്കര ഉറുമ്പാണ്. അപ്പോൾ നിലത്ത് അങ്ങനെ ഉറുമ്പുണ്ടാകുമ്പം അതിങ്ങനെ ഡൈനിങ് ടേബിളിലേക്കും കയറിയിട്ട് ടേബിളിൽ മൊത്തം ഉറുമ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിയുമ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു പ്രാവശ്യം ആ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്ത് തുടച്ചതിന് ശേഷം പിന്നെ നല്ലോണം ഒരു തുണി ഒന്ന് കഴുകിയതിന് ശേഷം വെറുതെ വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തുടച്ച് നീറ്റാക്കി ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരാനായിട്ടുണ്ട്. വീടൊക്കെ എപ്പോഴും ക്ലീനായിട്ട് നീറ്റായിട്ട് ഇരിക്കുമ്പം നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും കേട്ടോ. എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷം അതൊന്നിങ്ങനെ നോക്കി ആസ്വദിക്കുമ്പം എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിന്. അതിനിടയിൽ ഇന്നത്തെ പേപ്പറും വന്നിട്ടുണ്ട്. പേപ്പറൊക്കെ വായിച്ചിരിക്കാൻ ഇപ്പം എന്തായാലും സമയമില്ല. കുറച്ച് പണികളൂടെ ചെയ്ത് തീർക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് വായിക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സൊക്കെ അങ്ങനെ കേട് വന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചെടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനി ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം. നിലത്ത് നട്ടിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആകുമ്പം അധികം കെയറിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നല്ലോണം നിന്നോളും കുറേ നാളത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു പോട്ടിൽ ഞാനത് നട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് പുറമേയുള്ള ഒരു പോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ അതിങ്ങനെ കൈ ഉള്ളിലായി പോകട്ടോ, ഭയങ്കര ടൈറ്റായിട്ട് ജാമായി പോവും. അപ്പോൾ അങ്ങനെ ഒരിക്കൽ കൈ മുറിഞ്ഞു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ വിട്ടുകൊടുത്തതാണ്. അനുഭവങ്ങളാണല്ലോ നമ്മുടെ ഗുരു എന്ന് പറയാറുണ്ട്. അതുപോലെ ഒരിക്കൽ അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാറുള്ളത്. ചെടി പുറത്തിരുന്നപ്പം ധാരാളം വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഒരാഴ്ചക്ക് ഒരിക്കലൊക്കെ ഇതിൽ വെള്ളം നനച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ചെടിക്ക് വലിയ കോട്ടമൊന്നും പറ്റാറില്ല കേട്ടോ അങ്ങനെ. ഇന്നിപ്പോൾ നല്ല വെയിലുള്ള ഒരു അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ മെഷീനിൽ അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നതാണ്. കർക്കിടകം ലാസ്റ്റ് ആയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പം ഇത് ചിങ്ങം 1 കർക്കിടകം ആയതുകൊണ്ട് തന്നെ പൊതുവെ നല്ല കാറ്റുണ്ട് കേട്ടോ.
അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാറ്റ് എൻജോയ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം അങ്ങനെ ആസ്വദിച്ച് നിൽക്കും. പിന്നെ പേടിച്ചിട്ട് താഴോട്ട് ഇറങ്ങോട്ടോ. ഈ ഒരു സമയത്താണല്ലോ രോഗങ്ങളൊക്കെ കൂടുതൽ അങ്ങനെ പകർച്ചവ്യാധികളൊക്കെ സ്പ്രെഡ് ആവുകയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് വലിയും. കാറ്റുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെയിലൊന്നും മങ്ങിയാലും കുഴപ്പമില്ല. ഈ ഒരു കാറ്റടിച്ച് തന്നെ തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അങ്ങനെ എൻ്റെ തുണി ഒരിക്കലും കാറ്റ് ആസ്വദിച്ച് നിൽക്കലും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇത് തലേദിവസം വിഴിഞ്ഞം ഹാർബറിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചെമ്മീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചെമ്മീൻ വെച്ചിട്ട് ഇന്ന് നല്ലൊരു ചെമ്മീൻ ബിരിയാണി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സൂപ്പർ കിടിലൻ ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും ഫ്ലോപ്പ് ആവില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മൾ പൊതുവേ അല്ലാതെ ഇവിടെ നിന്ന് അടുത്തുനിന്നൊക്കെ വാങ്ങുമ്പം നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ വിഴിഞ്ഞത്ത് പോയി വാങ്ങുകയാണെങ്കിൽ കുറച്ച് റേറ്റൊക്കെ കുറച്ച് കിട്ടുമെന്നൊക്കെ പറയാറുള്ളത്. എനിക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ ഹെഡ് പാർട്ടൊന്നും കളഞ്ഞില്ല. അതിൻ്റെ ഉള്ളിൽ കുറച്ച് മാംസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല പിശുക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തോടൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു വേസ്റ്റ് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് അത് ഭയങ്കര ഒരു ഈസി ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഈസി എന്നല്ല, ഒരു തൃപ്തി തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നടുവേ കട്ട് ചെയ്തിട്ട് ആ ഒരു വേസ്റ്റൊക്കെ കളയലാണ് കേട്ടോ പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു എന്നൊരു സംതൃപ്തി നമുക്ക് ലഭിക്കും. ചെമ്മീൻ ക്ലീൻ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എങ്കിലും ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈസി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അതോടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ആദ്യം വലിയ ചെമ്മീനാണെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു തലഭാഗത്തുള്ള തോട് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കാലൊക്കെ വരൂലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കണം കേട്ടോ, മുകളിൽ നിന്ന് താഴേക്ക് പൊളിച്ചെടുക്കുക. അല്ലാതെ നമ്മൾ കുഞ്ഞ് ചെമ്മീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വലിച്ചൂരി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തോടൊക്കെ റിമൂവായിട്ട് വരും. അപ്പോൾ വലിയ ചെമ്മീനായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പൊളിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ വാലിൻ്റെ ഉള്ളിലും മാംസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ ഊരിയെടുക്കുക. എന്നിട്ട് തലയിൽ ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസിയാണ് കേട്ടോ. ആ ഒരു തല ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലും വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ നല്ല വേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ കത്രിക മുതുകിലൂടെ ഇങ്ങനെ കടത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെമ്മീൻ മൊത്തത്തിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതൊന്ന് വെള്ളം തോർന്നു വരാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിൽ 1/2 കിലോ ചെമ്മീനുണ്ട് കേട്ടോ. അപ്പോൾ മസാലയിലേക്ക് വേണ്ടിയിട്ട് 4 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് തോല് കളഞ്ഞിട്ട് നല്ല കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. സവാള കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. ഈ ഒരു ബിരിയാണി റൈസ് വലിയ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിടുക. ഒരു 30 മിനിറ്റ് ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ സവാള കട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ അരി കുതിർന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ റൈസിൽ ഒരു 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗമാണ് കേട്ടോ മാറ്റിയത്. ഇപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിടുകയാണ്.
അപ്പോൾ നമ്മൾ മസാലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുമ്പോഴേക്കും അരി കുതിർന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതും ഒന്ന് കഴുകിയിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. കുളിച്ച് വൃത്തിയായ ചെമ്മീൻ ഇവിടെ എന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മേക്കപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്തത്. അതിൻ്റെ കൂടെ ഒരു 1.25 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഒലിവ് ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്തത്. അപ്പോൾ അത് കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് പകരം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴേ ആ ഒരു മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അങ്ങനെ ഇതാ ചെമ്മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് അധികം സമയമായാലും കുഴപ്പമില്ല, ടേസ്റ്റ് കുറച്ചുകൂടി കൂടുകയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് അല്പം നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ ഏകദേശം 1 സവാള നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാനുണ്ട്, ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി സവാളയാണ് കേട്ടോ മസാലയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് മൂടി വെച്ച് കൊടുത്തോ അല്പം ഉപ്പ് ചേർത്തോ എങ്ങനെ വേണോ സവാള വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ തന്നെ വരണം സവാള. ആ ഒരു ടൈം വരെയും വഴറ്റിയെടുക്കുക. നല്ല മൊരിഞ്ഞ് വരണം കേട്ടോ, നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ റെഡിയായി കിട്ടണം. എങ്കിലാണ് ഈ ഒരു പ്രോൺസ് ബിരിയാണിക്ക് അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു സവാള ഈ ഒരു ടൈപ്പിലാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റി ഈ ഒരു സവാളയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റോളം തുടർച്ചയായിട്ട് വഴറ്റി ആ ഒരു വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരൂലേ, ആ ഒരു ടൈമിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വഴന്ന് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. നമ്മൾ ഇതുവരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അടി കരിഞ്ഞു പിടിക്കാതെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കുക. തക്കാളിയും നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കൊഞ്ചിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതാണ്. ഇനി ഒരു മസാലയിലേക്കും ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്തത്. പിന്നെ ഇതാ അറബിക് മസാല ഉണ്ടല്ലോ, അത് നമുക്ക് വാങ്ങാൻ കിട്ടും. ആ ഒരു മസാല ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം അറബിക് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. അപ്പോൾ ഇതും ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണിൽ കുറവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ചെമ്മീനിൽ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറി ആ ഒരു ഉള്ളിലേക്ക് മിക്സായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് കേട്ടോ ചേർക്കേണ്ടത്. പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് 2 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും ഒരു 2 മിനിറ്റോളം ഈ ഒരു തൈര് ഒന്ന് സെറ്റായിട്ട് വരട്ടെ ഉള്ളിയിലേക്ക്, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ച വെള്ളം 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഒരു മസാല ഒന്ന് ലൂസായിട്ട് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക.
നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കൊഞ്ച് അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കൊഞ്ചെല്ലാം ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അധികം മൂപ്പിച്ച് കോരണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ ഒരു സൈഡ് ആയി കഴിയുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് റൈസ് റെഡിയാക്കാൻ തുടങ്ങാം. പാനിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല, നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2-3 കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഏലക്ക കുറച്ച് ഒരു 7-8 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കോലം പിന്നെ ഗ്രാമ്പൂ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരണം, എന്നിട്ട് വേണം നമുക്ക് അരി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ചെടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വെള്ളം തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയത്ത് ഇതാ കൊഞ്ച് ഞാൻ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് കോരി മാറ്റുകയാണ്. ഈ ഒരു ഓയിലില്ലേ, ഫ്രൈ ചെയ്ത ഓയിൽ നമുക്ക് കളയണ്ട, ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കൊഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഫ്രൈ ചെയ്ത കൊഞ്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈസ് റെഡിയാക്കുകയാണ്. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഒരു 30 മിനിറ്റ് കുതിർത്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു അരി ഡ്രെയിൻ ചെയ്തെടുത്തത്. അരി ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഗീയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ റൈസ് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ്. നേരത്തെ നമ്മൾ അരിഞ്ഞ സവാളയിൽ നിന്ന് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം, ഇടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അതൊരു 2-3 മിനിറ്റ് അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ ഒരു ഉള്ളിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ മസാല റെഡിയായി കഴിയും. ഇനി നമുക്കിത് ദം ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ചോറ് റെഡിയാക്കിയ ആ ഒരു പാൻ തന്നെയാണ് കേട്ടോ, കഴുകിയിട്ടൊന്നുമില്ല. അതാണ് ആ ഒരു വെള്ളപ്പാട് കാണുന്നത്. ഇതിലേക്ക് ഓനിയൻ ഫ്രൈ ചെയ്തില്ലേ, ആ ഒരു ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ആ ഒരു റൈസ് ചേർത്തതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചെമ്മീൻ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയറായിട്ട് ഈ റൈസിന് മുകളിലായിട്ട് നിരത്തിയിട്ട് കൊടുക്കാം. ആ ഒരു മസാലയുടെ മുകളിലേക്ക് വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്നര വിട്ട് നിറച്ചു കൊടുക്കുക.
ഏറ്റവും ലാസ്റ്റായിട്ട് റൈസും പിന്നെ അതിന് മുകളിൽ ബാക്കി വന്ന മസാലയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത ഓനിയനും പിന്നെ കുറച്ച് അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കുക. നട്ട്സും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണോളം ബിരിയാണി മസാല ഇതുപോലെ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആവുന്നതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് ഇങ്ങനെ 4-5 എണ്ണം കുത്തി വെച്ച് കൊടുക്കാം. ആ ഒരു മുളകിൻ്റെ ഫ്ലേവർ ഇറങ്ങാനും പിന്നെ ആ മുളക് കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. ഇനി ഇത് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ദം ചെയ്തെടുക്കുക. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ഒരു 10 മിനിറ്റ് വരെ ഇത് തുറക്കാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചെമ്മീൻ മസാലയും ചോറും എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വിളമ്പാം. അപ്പോൾ അതാ നമ്മുടെ നല്ല ടേസ്റ്റുള്ള പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എനിക്ക് തരണം. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മക്കളിതാ പള്ളിയിലേക്ക് പോവാണ്. ഇനി ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസിയാവും. അത് കഴിഞ്ഞ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കണേ. എന്നിട്ട് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.